ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, കേരള പോലീസ് പോൾ ബ്ലഡും ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജുമായി ചേർന്ന് ഈ വരുന്ന 17-ാം തീയതി നമ്മുടെ സ്കൂളിൽ വെച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും പങ്കുചേരാൻ താൽപര്യപ്പെടുന്നു. ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വരുന്ന 17-ാം തീയതി NSSന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ രക്തദാന ക്യാമ്പിൽ എല്ലാവർക്കും പങ്കാളിയാവാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മഹത്തരമായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. രക്തദാനം നൽകാം. എത്ര വയസ്സിനിടയിലുള്ള ആളുകൾക്ക് രക്തദാനം നൽകാം. മാത്രമല്ല, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് എത്ര ഉയർന്നു നിൽക്കാം, ഇതെല്ലാം അറിയണ്ടേ നിങ്ങൾക്ക്? 18-നും 60-നും മധ്യേ പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ രക്തദാനം കൊടുക്കാൻ അനുവാദമുള്ളൂ. മാത്രമല്ല, ചുരുങ്ങിയത് 50 കിലോ ഭാരമെങ്കിലും ഉണ്ടായിരിക്കണം. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12.5-ന് മുകളിലായിരിക്കും. രക്തദാനത്തിന് വരുന്നവർ ഭക്ഷണം കഴിച്ചിട്ട് വരിക. പനി, മുറിവ് തുടങ്ങിയ യാതൊരു അണുബാധകളും പാടില്ല. മാത്രമല്ല, തലേ ദിവസം രാത്രി നന്നായി ഉറങ്ങിയിരിക്കണം. ഹൃദയരോഗം, കിഡ്നി രോഗം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല. ഡയബറ്റിസ്, അമിത രക്തസമ്മർദ്ദം, തൈറോയ്ഡ് എന്നീ രോഗങ്ങളുള്ളവർക്ക് രക്തം ദാനം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. വലിയ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ 1 വർഷത്തേക്കും ചെറിയ ശസ്ത്രക്രിയകളോ ദന്തചികിത്സയോ കഴിഞ്ഞാൽ 6 മാസത്തേക്ക് രക്തദാനം നൽകാൻ പാടുള്ളതല്ല. സ്ത്രീകളുടെ ആർത്തവ സമയത്തോ മുലയൂട്ടുന്ന സമയത്തോ രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പ്രസവശേഷം 1 വർഷം കഴിയാതെ രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. കുത്തുകയോ രക്തം സ്വീകരിക്കുകയോ പേവിഷബാധ കുത്തിവയ്പ്പുകൾ എടുക്കുകയോ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ 1 വർഷത്തേക്ക് രക്തം ദാനം ചെയ്യാൻ പാടുള്ളതല്ല. രക്തദാനത്തിന് തലേ ദിവസം മദ്യവെക്കാൻ പാടുള്ളതല്ല.